UDF തരംഗത്തിൽ അടിപതറിയ പ്രമുഖരിൽ പ്രധാനിയാണ് വ്യവസായ മന്ത്രി പി രാജീവ്. വ്യവസായ രംഗത്തെ നേട്ടങ്ങളും വികസന പദ്ധതികളും എണ്ണിപ്പറഞ്ഞ് പ്രചാരണം നടത്തിയെങ്കിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മുൻതൂക്കമുണ്ടാക്കാൻ മുൻമന്ത്രിക്ക് സാധിച്ചില്ല. 2021 തെരഞ്ഞെടുപ്പിൽ പടലപ്പിണക്കം നിറഞ്ഞുനിന്ന UDF ഇത്തവണ അബ്ദുൾ ഗഫൂറിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചു. 2021 കാത്ത ഏലൂർ നഗരസഭയും LDFന് അനുകൂലമായി നിന്നിരുന്ന ട്രെൻഡും മികച്ച പാർലമെന്റേറിയൻ എന്ന പി രാജീവിന്റെ വ്യക്തിപ്രഭാവവും 2026 എത്തുമ്പോൾ കളമശ്ശേരിയിൽ LDFന് തുണച്ചിട്ടില്ല. കാടിളക്കിയുള്ള പ്രചാരണങ്ങളും വികസന നേട്ടങ്ങളും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നുവെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലങ്ങാട്, കുന്നുകര, കരുമാലൂർ, കടുങ്ങല്ലൂർ പഞ്ചായത്തുകളും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും LDFനൊപ്പമല്ല എന്ന സൂചന കൃത്യമായി നൽകിയിരുന്നു. ലീഗിനുള്ളിലുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ പാണക്കാട് നിന്ന് തങ്ങൾ നേരിട്ടെത്തി പരിഹരിച്ചതും UDF ക്യാമ്പിൽ ഗുണമായി. രൂപീകൃത കാലം തൊട്ട് UDFനെ പിന്തുണച്ച മണ്ഡലം 15,366 വോട്ട് ഭൂരിപക്ഷത്തിലാണ് 2021 രാജീവ് അട്ടിമറിച്ചത്. 16,312 വോട്ടിന് ഇക്കുറി അബ്ദുൾ ഗഫൂർ അത് തിരിച്ചുപിടിച്ചു. നല്ലൊരു പ്രതികരണം ജനങ്ങളുടെ അടുത്തുനിന്നുണ്ടായിരുന്നു, വോട്ടർമാരുടെ ഇടയിലുണ്ടായിരുന്നു. വിജയം എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര ഗംഭീര വിജയം ജനങ്ങൾ തന്ന വിജയമാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷത്തെയും അതിന് മുമ്പുണ്ടായിരുന്ന ഒരു 10 വർഷത്തെയും കമ്പാരിസൺ ഈ നിയോജകമണ്ഡലത്തിൽ ഇലക്ഷൻ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ രാജീവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ പല ഘട്ടത്തിലും വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് UDFിലെ കിട്ടുറപ്പും ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടലും. പാർട്ടിക്ക് കൃത്യമായ സ്വാധീനമുള്ള ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും വോട്ട് ചൂരുന്നത് കണ്ടെത്താനോ തടയാനോ നേതൃത്വത്തിന് കഴിയാതെ പോയതും വീഴ്ചയുടെ ആഘാതം കൂട്ടി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.